നീറ്റ് എക്സാമിലേക്കുള്ള അവസാന 15 ദിവസത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പല ആൾക്കാരും ഇത് കാണുന്നുണ്ടാവും. ഇത് കാണുന്നവരിൽ ചിലപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞവരുണ്ടായിരിക്കാം, ചിലപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല എന്നുള്ള ടെൻഷൻ ഉള്ളവരുണ്ടായിരിക്കാം, ഇനി എക്സാമിനേഷൻ ഹാളിൽ പോയ ഇതൊക്കെ ഓർക്കും എന്നുള്ള ആ ഒരു പേടിയിലിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം, ഇനി കുറെ ചാപ്റ്ററുകൾ പഠിച്ചു കുറെ ബാക്ക്ലോഗ്സ് ഉള്ളവരുണ്ടായിരിക്കാം, ഇനി ഒന്നും പഠിക്കാതെ എങ്ങനെങ്കിലും അതൊന്ന് ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം, നീറ്റ് എക്സാമിനെ കുറിച്ച് അറിഞ്ഞു വരുന്നവരുണ്ടാവാം ഈ 2022 നീറ്റിലേക്ക്. സോ അപ്പം അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി ഇപ്പൊ നിങ്ങളുടെ പ്രധാന പ്രശ്നം എങ്ങനെ ഒരു തവണയും കൂടി ഇത് റിവൈസ് ചെയ്യാമെന്നുള്ളതാണ്. അവസാന 15 ദിവസം എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ എല്ലാവരും ഉണ്ടാകുന്നത്. സോ അവർക്ക് വേണ്ടി ഒരു 10 days സ്റ്റഡി ചലഞ്ച്, അതായത് 10 ദിവസം കൊണ്ട് നമ്മുടെ 98 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സൈലം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. 10 days സ്റ്റഡി ചലഞ്ച് ഫോർ നീറ്റ് 2022. നമുക്കറിയാം മക്കളെ, 98 പാഠങ്ങളാണുള്ളത്. ഇനിയുള്ള 10 ദിവസം കൊണ്ട് അത് തീർക്കണമെങ്കിൽ മിനിമം ഒരു ആവറേജ് 10 ചാപ്റ്റർ ഒരു ദിവസം തീർക്കണം. 10 ചാപ്റ്റർ ഒരു ദിവസം തീർക്കണമെങ്കിൽ അത്രത്തോളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലേ? അതിന് അത്രത്തോളം ഫാക്കൽറ്റി വേണം. അതിന് നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും നമ്പർ 1 പ്ലാറ്റ്ഫോം ആയ സൈലം ലേണിംഗിന് അത് എന്തായാലും സാധിക്കും. കാര്യം കേരളത്തിലെ എല്ലാ ബെസ്റ്റ് ഫാക്കൽറ്റീസും ഉള്ളത് ഇപ്പൊ സൈലത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസത്തെ 10 ദിവസം എങ്ങനെ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നെന്നും ആ 10 ദിവസം കൊണ്ട് ഒരു റൗണ്ട് കൂടെ നമ്മൾ എങ്ങനെ റിവൈസ് ചെയ്യുന്നെന്നും ആ 10 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്താണെന്നും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ സെഷനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നൽകാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ 10 days സ്റ്റഡി ചലഞ്ചിന് റെഡി ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, നീറ്റ് ആസ്പിറൻസ് ആയിട്ടുള്ള മാക്സിമം ഫ്രണ്ട്സിലേക്ക്, ടെൻഷൻ അടിച്ചിരിക്കുന്ന സങ്കടത്തോടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. മാക്സിമം ആളുകൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ. സോ 10 days സ്റ്റഡി ചലഞ്ചിന്റെ സ്റ്റഡി പ്ലാനിലേക്ക് നമുക്ക് കയറാം. മകനെ, ടാർഗറ്റ് നീറ്റ് 2022 10 days സ്റ്റഡി ചലഞ്ച്. നിങ്ങൾക്കറിയാം 10 ചാപ്റ്റർ തീർക്കണം. നമ്മൾ തുടങ്ങുക രാവിലെ 7 മണിക്ക് തന്നെയായിരിക്കും. അതായത് നിങ്ങൾ ചില 5 മണിക്ക് ഉണരുന്നവരുണ്ടാവും, ചില 7 മണിക്കാവാം, ചില 10 മണിക്കായിരിക്കാം. സോ ഇനി മുതൽ നിങ്ങളുടെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണം മിനിമം ഒരു 5 o'clock തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സോ 5 o'clock സ്റ്റാർട്ട് ചെയ്ത്, കാര്യം നേരത്തെ കിടക്കണം. കാര്യം നമ്മുടെ മാക്സിമം മെന്റൽ പീക്ക്നെസ് കിട്ടേണ്ട 2 to 5:20 ആണെന്ന് നിങ്ങൾക്കറിയാം. സോ ആ സമയത്തേക്ക് ആക്റ്റീവ് ആകണമെങ്കിൽ നിങ്ങൾ മിക്കപ്പോഴും എന്ത് ചെയ്യണം, ആ രാത്രി കൃത്യമായി ഉറങ്ങി രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേക്കുന്ന ആ ഒരു ഷെഡ്യൂളിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടാവും പലരും. സോ 7 മണിക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്കറിയാം 7 മണി തൊട്ട് നമ്മൾ ഒരു 45 minutes to 1 hour ആയിരിക്കും നമ്മൾ ഒരു ചാപ്റ്ററിന് കൊടുക്കുന്നത്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് പറഞ്ഞ് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന അല്ലെങ്കിൽ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതിൽ നിന്ന് വരാവുന്ന എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഒരു ക്ലാസ് ഒന്ന് കണ്ടു നോക്ക്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കുമെന്ന്. സോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടും എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആയിട്ടാണ് സൈലം ടീം നിങ്ങളിലേക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അപ്പം സെഷൻ 1 എന്ന് പറയുന്നത് 7 മണിക്ക്, രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ആകും. അതൊരു 11-12 മണി വരെ നീളും. ബിക്കോസ് 45 to 1 hour ആണ് നമ്മൾ ചാപ്റ്ററിന് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ആ ഒരു സെഷനിൽ വരിക ഫിസിക്സും കൂടെ സുവോളജിയും ആയിരിക്കും. അതായത് ഫിസിക്സും ഒരു ബയോളജി സെഷനും കെമിസ്ട്രിയും ഒരു ബയോളജി സെഷനും, അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ബിക്കോസ് ഫിസിക്സും കെമിസ്ട്രിയും ഒരുമിച്ച് വന്നാൽ അത് കുറച്ച് ഹെക്റ്റിക് ആയിരിക്കും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഫിസിക്സും അതിന്റെ കൂടെ സുവോളജിയും, വൈകുന്നേരം കെമിസ്ട്രി അതിന്റെ കൂടെ ബോട്ടണി, അങ്ങനെ ലിങ്ക് ചെയ്തായിരിക്കും സൈലം നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു ഫിസിക്സ് ചാപ്റ്റർ പഠിക്കാം, ദെൻ റിലാക്സേഷൻ ആയിട്ട് ബയോളജി ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യാം. നേരെ അടുത്ത ഫിസിക്സ്, ഒരു ബയോളജി റിവിഷൻ, അതായത് സുവോളജി റിവിഷൻ, വീണ്ടും ഒരു ഫിസിക്സ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 5 ചാപ്റ്റർ രാവിലെ ഫിനിഷ് ചെയ്യുന്നു. ദെൻ വൈകുന്നേരം 7 മണിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. സോ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞാൽ ഉച്ച തൊട്ട് വൈകുന്നേരം 7 മണി വരെ ഫ്രീ ടൈം ആണ്. അപ്പൊ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ബിക്കോസ് 2 to 5:20 എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മോക്ക് ടെസ്റ്റ് മിനിമം അറ്റൻഡ് ചെയ്തിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ നോക്കണം. അതാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ക്ലാസിന്റെ കൂടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ക്ലാസ് നടക്കുമ്പോൾ ക്ലാസ് എടുത്ത് ഫ്രണ്ടിൽ വെക്കുക. നിങ്ങളുടെ നോട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത നോട്ട് ഉണ്ടായിരിക്കാം, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അധ്യാപകൻ പറയുമ്പോൾ ആ ചോദ്യം എനിക്ക് അറിയാവുന്നതാണ്,
അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് പറയുമ്പോൾ കോൺസെപ്റ്റ് എനിക്ക് അറിയത്തില്ല, ഒന്ന് ശ്രദ്ധിക്കാം. അറിയാത്തതാണെങ്കിൽ ശ്രദ്ധിക്കുക, അറിയാവുന്നതാണെങ്കിൽ ആ ഉത്തരം അധ്യാപകനേക്കാൾ വേഗത്തിൽ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ ആ 1 hour കൊണ്ട് ആ ചാപ്റ്റർ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബിക്കോസ് ഇതൊരു ടൈം ടേബിൾ കൂടിയാണ്. അവസാനത്തെ 10 ദിവസം നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത്, അത് സൈലത്തിനോടൊപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ 10 ചാപ്റ്റർ പെർ ഡേ, അതിനുവേണ്ടി 10 അധ്യാപകര് നിരന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളോടൊപ്പം ഇരുന്ന് പറഞ്ഞു തരും. നിങ്ങൾ 10 ദിവസം ടെൻഷൻ അടിക്കണം മക്കളെ, നമ്മൾ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ എല്ലാ ദിവസവും ഒരു 2 to 520 എന്ന് പറയുന്ന ഒരു മോക്ക് ടെസ്റ്റ് കൂടെ എഴുതിയാൽ അടുത്ത 10 ദിവസം കൊണ്ട് 1800 ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 2000 ചോദ്യം നിങ്ങൾ കാണുകയും ചെയ്യും. ആ 10 മോക്ക് എക്സാമും നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് എഴുതാൻ വേണ്ടി സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ താഴത്തെ ലിങ്ക് ഉണ്ടാവും. ആ മോക്ക് ടെസ്റ്റ് ലഭിക്കാനുള്ള ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾക്കുള്ള മോക്ക് ടെസ്റ്റും സൈലം പ്രൊവൈഡ് ചെയ്യും. അത് നേരത്തെ പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടി തന്നെ. സോ പ്രിന്റ് ഔട്ട് എടുത്ത് സൈലം പ്രിപ്പയർ ചെയ്ത മോക്ക് ടെസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, അറ്റൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, രാവിലത്തെയും വൈകുന്നേരത്തെ ക്ലാസ്സിൽ അത്രത്തോളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു മിനിമം ഒരു ആ എൻറ്റയർ 10 ചാപ്റ്ററിൽ നിന്നായിട്ട് ഒരു 400-500 ചോദ്യത്തോളം സൈലം ഡിസ്കസ് ചെയ്യും. അതിനോടൊപ്പം ഈ മോക്ക് ടെസ്റ്റിലെ 200 ചോദ്യം കൂടെ ആകുമ്പോൾ ഒരു ദിവസം 700 ചോദ്യം, 10 ദിവസം കൂടെ 7000 ചോദ്യം ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടിയാണ് സൈലത്തിന്റെ ഈ 10 days ചലഞ്ചിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഓൾറെഡി പഠിച്ച വിദ്യാർത്ഥികൾക്ക് അവസാനം നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോൾ ടെൻഷൻ അടിക്കുവോ അല്ലെങ്കിൽ ഡീവിയേറ്റഡ് ആവുന്നുള്ള ആ ഒരു കോൺസെപ്റ്റുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അതൊക്കെ മാറ്റി വെച്ച് 10 ദിവസം സൈലത്തിനോടൊപ്പം ഒന്ന് ആഘോഷിച്ച് പഠിച്ച് നീറ്റിന് നിങ്ങൾ ഇവിടെ എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അതിനേക്കാളൊക്കെ ഒരുപാട് ഉയരത്തിലേക്ക്, അതിനേക്കാളൊക്കെ നല്ല മാർക്കിലേക്ക് നിങ്ങൾക്ക് ഉയരാനുള്ള ഒരു അവസരവും കൂടിയാണ് 10 days സ്റ്റഡി ചലഞ്ച് സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആദ്യത്തെ ദിവസത്തെ നിങ്ങൾക്ക് ഈ ഷെഡ്യൂളർ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ടെലിഗ്രാം ചാനലിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും, കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 88,000 പേരുള്ള ഒരു വലിയ ഗ്രൂപ്പാണത്. 88,000 സൈലമിയൻസ് എന്ന് പറഞ്ഞാൽ 88,000 മുകളിൽ ആളുകളുള്ള ഒരു ഗ്രൂപ്പാണ്. എനിക്കൊന്ന് കേരളത്തിൽ അത്രയും വലിയ ടെലിഗ്രാം ഗ്രൂപ്പ് വേറെ ഒന്നുമില്ല, വേറെ ഒരെണ്ണം പോലും ഇല്ല. റൈറ്റ്, വേറെ ഏത് സ്ട്രീമായാലും എഡ്യൂക്കേഷൻ അല്ലാത്ത പ്ലാറ്റ്ഫോം നോക്കിയാൽ പോലും 88,000 1 ലക്ഷം പേരുടെ അടുത്തുള്ള ഒരു 1 ലക്ഷത്തിന് അടുത്താവുന്നു. 1 ലക്ഷത്തിന് അടുത്തുള്ള ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് വേറെ ഇല്ല. സോ അതാണ് സൈലമിയൻസ് എന്നുള്ള വലിയ കമ്മ്യൂണിറ്റി. അതിൽ നിങ്ങൾക്ക് ഈ 10 days സ്റ്റഡി ചലഞ്ചിന്റെ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഷെഡ്യൂളും കാര്യങ്ങളും എല്ലാം ഡെയിലി ലിങ്കും ഒക്കെ അതിൽ വരും. മാത്രമല്ല നിങ്ങൾക്ക് ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ അത് ത്രൂ നിങ്ങൾക്ക് സ്ലൈഡ്സും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു തുടക്കമാണ്. ആ തുടക്കത്തിലെ ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോ മാത്രമാണ്. സോ നിങ്ങൾക്ക് നോക്കാം, ഫിസിക്സിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഞാൻ ഉണ്ടായിരിക്കും. ദെൻ അടുത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടായിരിക്കും. വിഷ്ണു സാർ എത്തും നിങ്ങളുടെ മുമ്പിൽ, ന്യൂക്ലിയമായി ജാബിർ സാർ എത്തുന്നുണ്ട്. ദെൻ ആനിമൽ കിങ്ഡവുമായിട്ട് നമ്മുടെ സ്വന്തം PV സാർ എത്തുന്നുണ്ട്. ആൻഡ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷനുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ജീജാമിസും എത്തുന്നുണ്ട്. സോ അങ്ങനെ ആദ്യ 5 പേര്, റൈറ്റ്, 5 പേര് 5 ചാപ്റ്ററുകൾ എന്ത് ചെയ്യും, നിങ്ങളുടെ മുമ്പിൽ അത്രത്തോളം ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അപ്പൊ ഈ 5 ചാപ്റ്റർ രാവിലെ ഇരുന്ന് ഞങ്ങളുടെ കൂടെ പഠിക്കുക, ഒരു റൗണ്ട് കൂടെ റിവൈസ് ചെയ്യുക. ഇനി പഠിക്കാത്തവരാണെങ്കിൽ അതിൽ പറയുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വീണ്ടും റിവൈസ് ചെയ്യുക. സ്ലൈഡ്സ് എടുത്ത് വെച്ച് വീണ്ടും ഒന്നും കൂടെ വായിച്ചു നോക്കുക. ഇനി പഠിച്ചവരാണെങ്കിൽ ആ പഠിച്ച കാര്യങ്ങളൊന്നും മറന്നു പോയിട്ടില്ല എന്നും ഒരു റൗണ്ട് കൂടെ കേട്ട് അത് ഉറപ്പിക്കുക. അതിനുള്ള അവസരമാണ് ഈ 5 ചാപ്റ്ററിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെയും വൈകുന്നേരം 5 ചാപ്റ്റർ കെമിസ്ട്രിയിലെ കെമിക്കൽ ബോണ്ടിങ് again ഞാൻ ഉണ്ടാവും. സോ കെമിസ്ട്രിയിലെ സർഫസ് കെമിസ്ട്രി ആയിട്ട് വരുന്നു നിങ്ങളുടെ സുരേഷ് സാർ സ്വന്തം, റൈറ്റ്. അത് കഴിഞ്ഞാൽ കെമിസ്ട്രിയിലെ റിഡോക്സ് റിയാക്ഷനുമായിട്ട് സുധീർ ഖാൻ സാർ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു. ആൻഡ് ബോട്ടണിയിലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് AJ സാറും. ആൻഡ് ഫൈനലി റീപ്രൊഡക്ഷൻ ഓർഗാനിസവുമായിട്ട് നിങ്ങളുടെ ജാബിർ സാറും നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. സോ ഇതാണ് നിങ്ങളുടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇങ്ങനെ 10 ചാപ്റ്റർ ആദ്യത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു. അടുത്ത 10 ദിവസവും ജൂലൈ 3 അവധിയാണ്. ബിക്കോസ് അന്ന് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ നടക്കുന്ന ദിവസമാണ്. ഓഫ്ലൈൻ എക്സാം എഴുതാൻ പോകുന്നതുകൊണ്ട് അന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്കൊരു ഓഫ് തരുന്നു. അടുത്ത ജൂലൈ 4 തീയതിയാണ് ഡേ 2 എന്ന് പറയുന്നത്. അന്നത്തെ 10 ചാപ്റ്റർ ഷെഡ്യൂൾ ആയിട്ട് പ്രോപ്പർ ആയിട്ട് അധ്യാപകർ ഉൾപ്പെടെ റെഡിയായി നിൽക്കുകയാണ്. ജൂലൈ 5ന്റെ ചാപ്റ്ററും കൃത്യമായി റെഡിയാണ്, 10 ചാപ്റ്റർ. ആൻഡ് ജൂലൈ 6 കൃത്യം ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ജൂലൈ 7, ജൂലൈ 8, ജൂലൈ 9, ജൂലൈ 10, 11, 12 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എൻറ്റയർ സിലബസ് 98 ചാപ്റ്റേഴ്സ് 10 days സ്റ്റഡി ചലഞ്ചുമായിട്ട് സൈലം നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടും. പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ മക്കളെ, ഞാൻ ഒന്നേ നിങ്ങളോട് വീണ്ടും പറയുന്നുള്ളൂ, ഒന്ന് കണ്ടു നോക്കൂ. അപ്പൊ നിങ്ങൾക്കറിയാം
ഒന്ന് കണ്ടു നോക്കടാ മക്കളെ. സോ അപ്പൊ അതിനു വേണ്ടിയാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ നാളെ രാവിലെ 7 മണിക്ക് നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ, റൈറ്റ്? മോഷൻ സ്ട്രേറ്റ് ലൈനുമായിട്ട് ഞാൻ എത്തും നാളെ രാവിലെ 7 മണിക്ക്. നമുക്ക് അപ്പൊ കാണാം 7 മണി തൊട്ട് നാളത്തെ ദിവസം, റൈറ്റ്? ഫുൾ നമ്മൾ ഇനി ഉഷാറാക്കി, റൈറ്റ്? അവസാന ലാപ്പും ടെൻഷൻ അടിച്ചിരിക്കുകയല്ല, പ്രഷറോടെ ഇരിക്കുകയല്ല, എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനോടെ ഇരിക്കുകയല്ല. സൈലം പറയുന്നത് കേട്ട് സൈലത്തിനോടൊപ്പം ഒന്ന് മാരത്തോൺ അവസാന ലാപ്പ് ഓടാൻ പോവാണ് നിങ്ങൾ. അപ്പൊ റെഡിയായി ഇങ്ങ് പോര്. നാളെ 7 മണിക്ക് കാണാം. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.